afternoon, dear students. Silent prayer. Today we continue exercise 6.3 and we will learn a new method for finding square root. We have three methods for finding square root of a number. First one is repeated subtraction, and the second one is prime factorization, and the third one is long division method. Long division method we will learn after exercise 6.3. Okay. So students, please listen. I already given which are the deleted portions from this chapter. That means from chapter 6. From exercise 6.3 and 6.4 some questions also I already given. Please check it. Now take your textbook page 102, exercise 6.3, question number 1. What could be the possible ones digits of a square root of each of the following numbers? What could be the possible ones digit of the square root of each of the following? We already learned if 1 and 9 in units place, then the square of the number how 1 is the unit place. 1 as the unit place. അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് 1ഉം 9ഉം സ്ക്വയർ ഒരു നമ്പറിൻ്റെ വൺസ് ഡിജിറ്റ് ആയിട്ട് വന്നാൽ അതിൻ്റെ സ്ക്വയർ നമ്പർ കാണുമ്പോൾ 1 ആയിരിക്കും അതിൻ്റെ വൺസ് ഡിജിറ്റ് വരുന്നത്. അതുപോലെ തന്നെ 4ഉം 6ഉം ആണ് വൺസ് ഡിജിറ്റ് എങ്കിൽ അതിൻ്റെ സ്ക്വയർ നമ്പർ കാണുമ്പോൾ 6 ആയിരിക്കും വൺസ് ഡിജിറ്റിൽ എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ റീവേഴ്സ് ആണ് ഈ ഫസ്റ്റ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സ്ക്വയർ നമ്പർ, അതായത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ നമുക്ക് തന്നിട്ട് ഇതുപോലെ റീവേഴ്സ് ചോദിച്ചിരിക്കുവാണ്. ഇതിൻ്റെ വൺസ് ഡിജിറ്റ് ഏതായിരിക്കും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ. So if a number has 1 or 9 in the unit place, then its square ends in 1. അങ്ങനെ നമ്മൾ പഠിച്ചായിരുന്നു, സ്ക്വയർ ends in 1. സോ നമ്മളിവിടെ സ്ക്വയർ നമ്പർ ആണ് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് അല്ലെങ്കിൽ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് ഈ നമ്പർ എന്നാണ് നമ്മൾ പറയേണ്ടത്. അതാണല്ലോ സ്ക്വയർ റൂട്ട്. സോ ഹിയർ 1 ends with 1, ഹിയർ ഓൾസോ ends with 1. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ പഠിച്ചതിൻ്റെ റിവേഴ്സ് ചിന്തിച്ചാൽ മതി. ഏതൊക്കെ യൂണിറ്റ് പ്ലേസിൽ വരുമ്പോഴായിരിക്കും 1 വരിക? 1 and 9. സോ നമുക്ക് പറയാം ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെയും തേർഡ് ക്വസ്റ്റ്യൻ്റെയും യൂണിറ്റ് സ്ക്വയർ റൂട്ടിൻ്റെ യൂണിറ്റ് പ്ലേസിൽ either 1 or 9. Either 1 or 9. The same way we already learned about this also. If 4 and 6 in the unit place, then its square ends with 6. 4 and 6. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് നമ്മൾ എടുത്തേ. ഇവിടെ സ്ക്വയർ നമ്പറിൻ്റെ എൻസിൽ 6 ആണ്. സോ നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്താൽ either 4 or 6 ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആ പെർഫെക്റ്റ് സ്ക്വയർ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഈ 4 or 6 ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ടിലുള്ള വൺസ് പ്ലേസിലെ ഡിജിറ്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഹിയർ യൂണിറ്റ് പ്ലേസ് ഈസ് 5. അപ്പോൾ 5 ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നോക്കിയേ, 1 1 is 1, 2 2s are 4, 3 3s are 9, 4 4s are 16, 5 5s are 25. നമുക്ക് അവിടെയാണ് കിട്ടുന്നത്. സോ ഈ യൂണിറ്റ് പ്ലേസിൽ 5 വരണമെങ്കിൽ നമ്മൾ 5 5 25. സോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താലും അതിൻ്റെ വൺസ് ഡിജിറ്റിൽ 5 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇത് റിവേഴ്സ് ആണ്, അതായത് നമ്മൾ ആദ്യം പഠിച്ചതിൻ്റെ നേരെ തിരിച്ചു പറയുന്നതാണിത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് 1 ഉം 9 യൂണിറ്റ് പ്ലേസിൽ ഉണ്ടെങ്കിൽ സ്ക്വയർ എടുത്താൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 ആയിരിക്കും. അപ്പോൾ തിരിച്ച് ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ യൂണിറ്റ് പ്ലേസിൽ 1 അല്ലെങ്കിൽ 9 ആയിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഇവിടെ റിവേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് പ്ലേസിൽ either 4 or 6 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവിടെ 5 നമ്മൾ ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 5 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് പോലെ, അതായത് വൺസ് ഡിജിറ്റ് വരുന്ന പോലെ കിട്ടുന്നത്. 5 5 into 5 5s are 25. സോ 5 ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.
Without doing any calculation, find the numbers which are surely not perfect squares. This is we already learned in exercise 6.1, isn't it? Without a calculation, find the numbers which are surely not perfect squares. Not perfect squares ആയിട്ടുള്ള numbers ഏതൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാതെ പറയണം. ഇത് നമ്മൾ ട്രൈ ദീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ 1 നോക്കിയേ, 153. Second question 257, third question 408 and fourth question 441. We already learned 0, 1, 4, 5, 6 and 9. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ളത്. If a number is a perfect square, then its unit place have 0, 1, 4, 5, 6 or 9. So നമ്മൾ ചെക്ക് ചെയ്യാം. 153 3 ഉണ്ടോ? 3 അല്ല. So 153 is not a perfect square. Then 257 unit place is 7. So here no 7. So that is also not a perfect square. Then 408. It is also not perfect square. Then 441. Its unit place is 1. Yes. Perfect squares ends with 1. So ends with either these numbers. So this number is ends with 1. So 441 is a perfect square. Next, third and fourth question we already done. Next question 5. For each of the following numbers, find the smallest whole number by which it should be multiplied so as to get a perfect square number. Also find the square root of the square number so obtained. What is the meaning of this question? For each of the following numbers, താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സുകളിൽ find the smallest whole number by which it should be multiplied so as to get a perfect square number. താഴെ തന്നിരിക്കുന്ന നമ്പറുകളിൽ നമ്മൾ ഏത് ചെറിയ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ നമ്പറൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കൂടെ നമ്മൾ എഴുതണം. ക്വസ്റ്റ്യൻ കിട്ടിയോ? അപ്പോൾ അതെന്താണ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡിയ മനസ്സിലാവും. അതായത് നമ്മൾ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തായിരുന്നു ഇല്ലേ? ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പർ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ പെയർ ചെയ്യാൻ ഏതെങ്കിലും ഒരെണ്ണത്തിനൊരു പെയർ ഇല്ലാതെ വരും. അപ്പോൾ പെയർ വരാൻ എന്ത് ചെയ്യണം? ആ നമ്പർ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിച്ച് നമ്പർ ഈസ് ബി മൾട്ടിപ്ലൈഡ് സോ ആസ് ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ആ സ്മോളസ്റ്റ് നമ്പർ നമ്മൾ ഏതിനാണോ പെയർ ഇല്ലാതെ വരുന്ന നമ്പർ അതിനൊരു പെയർ കൊടുക്കാൻ നമ്മൾ ഈ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പെയറിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ അതുമായി. മനസ്സിലായല്ലോ മെത്തേഡ് എന്താണെന്ന്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 252. So first we do prime factorization. 252 is even number, so take 2. Then this is 126. 252 divided by 2 is 126. Then again even number, so again take 2. We get 63. 126 by 2 we get 63. Then 63 is an odd number, so we take 3. Here 3. Then if we divide 63 by 3 we get 21. Then again take 3. Then 7 3s are 21. Then again 7. 1 is 7. So we prime factorized 252. So 252 is equal to 2 into 2 into 3 into 3 into 7. Now next step, pairing. So 2 into 2 one pair, then 3 into 3 another pair, and 7 has no pair. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ സ്മോളസ്റ്റ് നമ്പർ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? ഹിയർ വി മൾട്ടിപ്ലൈ 7. 7 ഒരു പെയർ വേണം. സോ ഈ നമ്പറിനെ നമ്മളൊരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെയർ കംപ്ലീറ്റ് ആകും. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും. സോ അതാണ് ഇവിടെ പുതിയതായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? In both side we multiply
with 7. 252 into 7 equal to 2 into 2 into 3 into 3 into 7 into 7. 252 into 7. The given number multiply with 7. We get pairs. 3 pairs here. 2 pair. 2 into 2 1 pair. 3 into 3 and 7 into 7. Okay. Now multiply. 252 into 7 we get 1764. 1764. അപ്പോൾ ഇതിന്റെ റൂട്ടാണ് ഈ പെയറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം ചോദിച്ചത് ഏത് നമ്പർ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ വി need to multiply. So smallest number here is 7. So നമ്മൾ given നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടി. ഇനി ഇതിന്റെ റൂട്ടാണ് ഇതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1764 ഈസ് ഈക്വൽ ടു ഫ്രം ഹിയർ 2 into here 3 into from here 7. So answer is 2 3s are 6, 7 2 3s are 6, 6 into 7 is 42. So we get the square root of 1764. Next question 2. Question 2 ഞാൻ അതുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 180. Question 2 180. So we prime factorized 180. 180 by 2 90. Then 90 by 2 45. Then 45 by 3 15. 15 by 3 5. 5 by 5 1. നമ്മൾ prime factorization ചെയ്തു. So 180 equal to 2 into 2 into 3 into 3 into 5. Okay, now pairing. So pairing these numbers 180 2 into 2 into 3 into 3 into 5. 2 into 2 one pair, 3 into 3 another pair, 5 has no pair. So here we multiply with 5, we get a perfect square. So here is the smallest number is 5 which we can multiply this number. Okay, smallest number ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയത് 5 ആണ്. കാരണം 5-നാണ് പെയർ ഇല്ലാത്തത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ഫസ്റ്റ് ചെയ്യുക, അതിൽ പെയർ ചെയ്യുക. പെയർ ചെയ്യുമ്പോൾ ഏതിനാണോ പെയർ ഇല്ലാത്തത് ആ നമ്പർ കൊണ്ട് given നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 180 into 5 we get 900. അപ്പോൾ നമ്മളത് ആ given നമ്പറിനെ നമുക്ക് ആവശ്യമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ലെഫ്റ്റ് സൈഡിലും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ബോത്ത് സൈഡ്സ് 180 into 5 equal to 2 into 2 into 3 into 3 into 5 into 5. Now 5 got a pair. 180 into 5 is 900. So this is a perfect square. So root of 900 is equal to, choose one number from each pair. So we get it from here 2, from here 3 and from here 5. So multiply 3 2s are 6, 6 into 5 30. So root of 900 is 30. So നമ്മൾ given നമ്പറിനെ ഒരു സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പെർഫെക്റ്റ് സ്ക്വയർ ആക്കി, പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ടും കണ്ടുപിടിച്ചു. ഓക്കെ. So next questions 3, 4, 5, 6 for your homework. And the next 6th question. For each of the following numbers, find the smallest whole number by which it should be divided so as to get a perfect square. Also find the square root of the square numbers so obtained. So in 5th question we multiply with the smallest number. Then in 6th question they asked which is the smallest number we use to divide the given number, then we get a perfect square. Understood? നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിവൈഡ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് തന്നെ വെച്ച് മിസ് പറയാം. അതായത് ഇവിടെ നമുക്ക് 5-നാണ് പെയർ ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ 5-നെ നമുക്ക് വേണ്ടെന്ന് വെക്കാം, അല്ലേ? അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ 5 കൊണ്ട് ഈ 180-നെ ഡിവൈഡ് ചെയ്യുക. 180-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. എന്നിട്ട് ഈ പെയറിൽ നിന്ന് ചൂസ് ചെയ്ത് അതിൻ്റെ, അപ്പോൾ ഈ പെയർ പോയി, ഈ
5 നമ്മൾ കളഞ്ഞോണം. ഈ സൈഡിൽ ഡിവൈഡ് ചെയ്യുന്ന അനുസരിച്ച് ഈ സൈഡിൽ 5 ഇല്ല, അതും കളഞ്ഞല്ലോ. പിന്നെ ബാലൻസ് ഉള്ളത് 2 × 2 × 3 × 3. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ടും കണ്ടുപിടിക്കുക. ഇതും വളരെ ഈസിയാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. Question number 6, first question is also 252. For question number 5, first question is also 252. Okay. Now prime factorization 252 with 2 we get 126. Then again with 2 we get 63. Now with 3 we get 21. Then again 3 7s are 21. Then with 7 1 is 7. Now 252 equal to 2 × 2 × 3 × 3 × 7. Now pairing 2 × 2 1 pair, 3 × 3 another pair, and 7 has no pair. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് which is the smallest number be divided so as to get a perfect square. So here is the smallest number is 7. നമുക്ക് ഇവിടെ 7 pair ഇല്ല, അപ്പോൾ 7 അങ്ങ് കളയാം. So both സൈഡിലും എന്ത് ചെയ്യണം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. So 252 by 7 is equal to 2 × 2 × 3 × 3. കാരണം ഈ 7 നമ്മൾ കളഞ്ഞു, ഡിവൈഡ് ചെയ്ത് പോയി, അതുകൊണ്ട് നമ്മൾ അത് ഇനി ഇവിടെ ചേർക്കണ്ട, ഇവിടെ ഡിവൈഡ് കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യണം, 252നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വി ഗെറ്റ് 36 കിട്ടും. അപ്പോൾ ഇവിടെ പെയർ കറക്റ്റ് ആയിട്ട് വന്നല്ലോ. 2 × 2 1 പെയർ ആൻഡ് 3 × 3 അനദർ പെയർ. സോ 36 നമുക്ക് കിട്ടും. 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഇതിന്റെ റൂട്ട് 36 ഈക്വൽ ടു ചൂസ് വൺ നമ്പർ ഫ്രം പെയർ. സോ 2 × 3 is equal to 6. So we get root of 36 equal to 6. So steps മനസ്സിലായല്ലോ. ഫസ്റ്റ് എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, ദെൻ അത് എഴുതുക, പെയർ ചെയ്യുക. പെയർ ചെയ്യുമ്പോൾ ഏത് നമ്പറിനാണോ പെയർ വരാത്തത് ആ നമ്പർ ചൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക, ഗിവൺ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ 7 ഇല്ല, അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ടാണ് ഈ പെയറിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. മനസ്സിലായോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 6 2 3 4 5 6 ഫോർ ഹോംവർക്ക് സെയിം മെത്തേഡാണ്. ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നോളാം. 5 6 തമ്മിൽ സ്മോൾ ഡിഫറൻസേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ പെയറിങ്ങിന് വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബോത്ത് സൈഡ്സിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏത് നമ്പറിനാണോ പെയർ ഇല്ലാത്തത് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 വരുമ്പോൾ നമ്മൾ ഏതിനാണോ പെയർ ഇല്ലാത്ത ആ നമ്പർ എടുത്തങ്ങ് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാതെ എലിമിനേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് 5 6 ഈസിയാണ്. സോ നെക്സ്റ്റ് മെത്തേഡ്, find the square root by division method. This is an interesting division method and listen carefully. Okay, before starting long division method, one more thing is that how many digits for the square root number of a given number. ഒരു given number തരും, അതിന് എത്ര ഡിജിറ്റ്സ് സ്ക്വയർ റൂട്ടിൽ കാണും, അതെങ്ങനെ കണ്ടുപിടിക്കാം. If the number given, here 6 3 1, how many digits? 3 digits. So how this is an odd, here 3, so this is odd number, 3 is odd number. So the formula for finding how many digits in the square root is n plus 1 by 2. That means here 3 plus 1 by 2, that is 4 by 2 equal to 2. So root of 631 is a 2-digit number. How many digits in this number? 4 digits. So the 4 is an even number. So even number of digits are വരുന്നതെങ്കിൽ formula is n by 2. That means 4 by 2 is equal to 2. So 9801 have a 2-digit square root number. Understood?
സോ നമ്മൾ തരുന്ന നമ്പറിന്റെ ഡിജിറ്റ്സ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഡിജിറ്റ്സ് ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ഡിജിറ്റ്സ് ആയിരിക്കും സ്ക്വയർ റൂട്ടിലുള്ളത്. ഡിജിറ്റ്സ് ഈവൻ നമ്പർ ആണെങ്കിൽ n/2 ഡിജിറ്റ്സ് ആയിരിക്കും സ്ക്വയർ റൂട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 4 ഡിജിറ്റ് ആണോ അല്ലെ 3 ഡിജിറ്റ് ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ എത്ര ഡിജിറ്റ്സ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ ഈ ഓഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണെങ്കിൽ n+1/2, ഈവൻ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണെങ്കിൽ n/2. Okay, now we start division method. So first given one number 529. Listen carefully, 529. First step is pairing 2 digits together. Okay, from the right side. So right side il ninnu 2 digit pair cheyyumbol nammal ingane oru bar draw cheyyunnundu. Ivide namukku vere pair cheyan number illa, so adu ottekkana. Okay, understood. So first division, long division method, first step pairing 2 digits together from the right side. So here 29 one pair and 5 is only ഒറ്റയ്ക്കേ ഉള്ളൂ. സോ alone. So 5 തന്നെ പെയർ ഒറ്റയ്ക്ക് വരുന്നത് നമ്മളിങ്ങനെ ലാസ്റ്റ് അതായത് ലെഫ്റ്റ് മോസ്റ്റ് സൈഡ് വരുമ്പോൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ഇത് ഡ്രോ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സൈഡിൽ നിന്ന് മറ്റേ ഡിവിഷൻ സാധാ ഡിവിഷൻ ചെയ്യുന്ന പോലെ ഈ സൈഡിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം വേ ഹിയർ ഓൾസോ ടേക്ക് ഫസ്റ്റ് പെയർ. ഇവിടുത്തെ ഫസ്റ്റ് പെയർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടുത്തെ പെയറിൽ 1 ഡിജിറ്റേ ഉള്ളൂ. 2 ഡിജിറ്റ് ആണ്, ആ 2 ഡിജിറ്റ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇനി ചെയ്യേണ്ടത് ഈ നമ്പർ എത്രയാണെന്ന് നോക്കുക. ഈ നമ്പർ ഇവിടെ 5 ആണ്. അപ്പൊ 5ന് ബിലോ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കുക. അണ്ടർസ്റ്റുഡ്? 5ന് ബിലോ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ആയിരുന്നെങ്കിൽ അതെടുത്താൽ മതിയായിരുന്നു. അതല്ലാത്തത് കൊണ്ട് 5ന് ബിലോ വരുന്ന ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, then 4 ഉണ്ട്. 1 is 1, 4 2s are 4. അപ്പൊ ഈ 4 ആണ് ഇതിന് തൊട്ട് അടുത്ത് വരുന്നത്. സോ വി ചൂസ് 4. സോ 4 ഇവിടെ സബ്ട്രാക്ട് ചെയ്യാൻ എഴുതി. ഈ 4 കിട്ടുന്ന ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാ? 2 into 2. അപ്പൊ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്തത് 2 ആണ്. ആ 2 ഇവിടെ എഴുതുന്നു. 2 കോഷ്യന്റ്. സോ 2 into 2 4. ഇനി എന്ത് ചെയ്യണം? നോർമൽ ഡിവിഷനിൽ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ സബ്ട്രാക്ഷൻ. 5 - 4 1. ഇനി ചെയ്യേണ്ടത് നമ്മൾ നോർമൽ ഡിവിഷനിലാണെങ്കിൽ 1 ഡിജിറ്റ് വീതമാണ് താഴേക്ക് കൊണ്ടുവരുന്നത്. ഹിയർ വി ബ്രിങ് ഡൗൺ ദിസ് 29. 1 പെയർ ആണ് താഴേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഹിയർ 29. സോ സെക്കൻഡ് പെയർ താഴെ വന്നു. സോ ദ നമ്പർ ഈസ് 129. ഇനി ചെയ്യേണ്ടത് ഇവിടെ വന്ന നമ്പറിന്റെ ഡബിൾ നമ്മൾ ഇവിടെ എഴുതുക. ഹിയർ നമ്പർ ഈസ് 2, ഇറ്റ്സ് ഡബിൾ ഈസ് 4. ദെൻ ഇവിടെ ഒരു ഡിജിറ്റ്സ് കൂടെ നമ്മൾ ഇനി കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ വന്ന നമ്പറിന്റെ ഡബിൾ നമ്മൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് വേണ്ടത് 129 ആണ്. സോ ഇവിടെ ഏതോ ഒരു ഡിജിറ്റ് വരാനുണ്ട്. ആ ഡിജിറ്റ് തന്നെ വേണം നമ്മൾ ഇവിടെയും കൊടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ 129ന്റെ യൂണിറ്റ് പ്ലേസിൽ 9 ആണ്. അപ്പൊ നമ്മൾ ഈ 4ന്റെ കൂടെ നമ്മൾ ഏത് നമ്പർ കൊടുത്താൽ യൂണിറ്റ് പ്ലേസിൽ 9 വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പൊ നമ്മള് 3 3s are 9 അല്ലെ? 3 3s are 9 കിട്ടാനുണ്ട്. പിന്നെ ഉള്ളത് 7 7s are 49. 7 7s are 49. അപ്പൊ നമ്മളിവിടെ 4ന്റെ കൂടെ 1's പ്ലേസിൽ 3 കൊടുത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 43 ഇൻറ്റു നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പർ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 43 ഇൻറ്റു 3. 3 3s are 9, 4 3s are 12. So we get to 129. So here is number 3. So here also and here also. So 43 into 3 we get 129. So subtraction remainder 0. Now we get the square root of 529 is 23. So this number is the square root of this number. Okay. Now take textbook page 107.
Exercise 6.3, question number 1. Find the square root of each of the following numbers by division method. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് ഇപ്പം മിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഹോംവർക്കാണ്. ഇനി എല്ലാം കഴിഞ്ഞ എക്സസൈസിലെ ഹോംവർക്കും ഈ ഹോംവർക്കും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ചെയ്യണ്ട. നിങ്ങൾ സമയം എടുത്ത് ചെയ്താൽ മതി. നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴത്തേന് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നോട്ട്സ് ഞാൻ ഇന്ന് തന്നെ ഈവനിങ്ങിൽ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ അത് നോക്കി എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണ്ട. നിങ്ങൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ എടുത്ത് മൺഡേ ഈവനിങ്ങിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ദ നമ്പർ ഈസ് 2304. സോ 2304. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പെയറിംഗ് ഫ്രം ദ റൈറ്റ് സൈഡ്. So 0 and 4 one pair and 23 another pair. Then draw like this. Okay, now first find which is the perfect square number below this 23. So 23 is not a perfect square. So below is which is 1 1 is 1, 2 2s are 4, 3 3s are 9, 4 4s are 16. 5 5s are 25. So 5 5s are 25 greater than 23. So 4 4s are 16. So write here 4 and here also 4. Then subtract 23 minus 16. Understood? So here write 4, here also. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാനുള്ള നമ്പർ അല്ലെങ്കിൽ ഡിവിസർ എങ്ങനെ എടുക്കുന്നതെന്ന് പിടി കിട്ടിയോ? So 4 4s are 16. Now subtraction. This is 13, this is 1. So 13 minus 6. We get 7. Here 1 minus 1 is 0. Then bring down next pair together. So next pair is 0 4. ഒറ്റയ്ക്കല്ല കൊണ്ടുവരേണ്ടത്, ഒരു പെയർ ഒന്നിച്ചാണ് കൊണ്ടുവരേണ്ടത്. So we get 704. Next we write double of this number. So 4 plus 4 we get 8. Now ഇവിടെ ഒരു ഡിജിറ്റ് കൂടെ വരാനുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ അത് കണ്ടുപിടിക്കാൻ മിസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഏത് നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസ് ആയിരിക്കും എന്ന് നോക്കുക. സോ 4 പറയാൻ 2 2s are 4 ഉണ്ട്, അതുപോലെ 8 8s are 64 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 2s are 4 ഉണ്ട്, 8 8s are 64 ഉണ്ട്. സോ നമ്മളിവിടെ നോക്കുവാണ്, നമ്മൾ വർക്കിംഗ് കോളത്തിൽ അല്ല സൈഡിൽ 82 into 2. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന നമ്പർ 2 ആണെങ്കിൽ അതുകൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 2 into 2 4, 8 2s are 16. സോ 164 ആണോ? അല്ല. സോ 2 അല്ലെന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഈസ് 8. സോ 88 into 8. നമ്മൾ ഈ വൺസ് പ്ലേസിൽ നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റ് കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 8 8s are 64. So 6 carry over. Okay, 8 8s are 64. 64 plus 6 we get 70. So we got 704. So here the number is 8 and here also write 8. Okay, now 88 into 8 we get 704. Then subtraction remainder is 0. So the square root of 2304 is 48. സോ നിങ്ങളിത് രണ്ടോ മൂന്നോ പ്രാവശ്യം വാച്ച് ചെയ്തിട്ട് വേണം ചെയ്ത് നോക്കാൻ. ഒന്നുമില്ല, നമ്മൾ നോർമൽ ഡിവിഷനിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തന്ന നമ്പറിനെ നമ്മൾ ആദ്യം പെയർ ചെയ്യുന്നു. പെയർ ചെയ്തിട്ട് ഫസ്റ്റ് പെയർ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് പെയറിൽ ബിലോ വരുന്ന ഫസ്റ്റ് പെയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ആ നമ്പർ എടുത്താൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ബിലോ വരുന്ന പെയർ എടുക്കുക. അപ്പോൾ ഇവിടെ 16 ആണ്. സോ 4 into 4. അപ്പോൾ ഏത് നമ്പർ കൊണ്ട് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നതെന്ന് എഴുതണം. ഹിയർ 4 into 4 equal 16. Then subtraction. Then bring down next pair. Then നമ്മൾ ഇതിൻ്റെ അടുത്ത് ഈ ബ്രിങ് ഡൗൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മുകളിലുള്ളതിൻ്റെ ഡബിൾ വേണം ഇവിടെ എഴുതാൻ. 4ൻ്റെ ഡബിൾ 8. ദെൻ അതിൻ്റെ നെക്സ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ നമ്പർ 4 ആണ്. സോ 2 2s are 4 ആകാം, അതുപോലെ 8 8s are 64. അപ്പോൾ അവിടെ 4 ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത്. അപ്പോൾ ആ രണ്ട് നമ്പർ നമ്മൾ ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമ്മൾ നമ്പർ ഏതാണോ കറക്റ്റ് വരുന്നത് അത് ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക.
അപ്പോൾ ഈ വരുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്. Next question 2. Find the number of digits in the square root of each of the following numbers without any calculation. So number of digit, I already told which is the formula for finding number of digits. So 64, first is 64. How many digits there? 2 digits. It is an even number, so we choose n by 2 as the formula. So n by 2 is equal to 2 by 2 is equal to 1. So 64 in the square root eduthal we get to 1 digit number. Okay. Then question 2, 144. 144, how many digits? 3 digits. So the formula is n plus 1 by 2 is equal to 3 plus 1 by 2 equal 4 by 2 equal 2. So root of 144 we get a 2 digit number. Then third question, 4489. How many digits? 4 digits. So we choose that is an even number. So n by 2. 4 by 2 we get it 2. So the square root of that number is a 2 digit number. Then fourth question, 27,225. How many digits? 5 digits. 5 is an odd number. So use this formula. So 5 plus 1 by 2. We get 6 by 2 equal to 3. So square root of that number is a 3 digit number. Okay. Then last is a 6 digit number. So that number 6 digit. 6 is an even number. So n by 2. 6 by 2 we get 3. So square root of that number is also a 3 digit number. അപ്പോൾ മിസ് ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ കൗണ്ട് ചെയ്യുക, നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യുക. ഓഡ് ആണെങ്കിൽ n+1/2 യൂസ് ചെയ്യുക, ഈവൻ ആണെങ്കിൽ n/2 യൂസ് ചെയ്യുക. സിമ്പിൾ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഡിലീറ്റഡ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം നമ്മൾ എക്സസൈസ് 6.3 പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും, ഓർ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും ചെയ്തില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലോങ് ഡിവിഷൻ മെത്തേഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലോങ് ഡിവിഷൻ മെത്തേഡ്. Find the least number which must be subtracted from each of the following numbers so as to get a perfect square. Also find the square root of the perfect square obtained. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആഡ് ആണ് ചെയ്യേണ്ടത്. സോ ഫോർത്ത് ക്വസ്റ്റ്യനിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഏതാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക? എന്തുകൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്തത്? ഇവിടെ നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യുന്നത്, ഇവിടെ റിമൈൻഡർ വരും. റിമൈൻഡർ വരുമ്പോൾ ആ റിമൈൻഡർ ഒന്നെങ്കിൽ നമ്മളങ്ങ് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഗിവൺ നമ്പറിൽ നിന്ന് റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യണം. മറ്റേത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ രീതിയിലാണ് പോരുന്നത്, അതുകൊണ്ടാണ് അവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്തത്. ഇവിടെ ഡിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്ന ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് പോകാം, റിമൈൻഡർ വരുന്നത് സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് ചെയ്ത് കാണിക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 402. So 402, first pair from the right side. So 0, 2, 1 pair and 4 is another pair. Then which is the smallest or equal perfect square number? So 4 is a perfect square number. So നമ്മൾ 4 തന്നെ എടുക്കുന്നു. 2 2s are 4. 2 into 2 2s are 4. 4 minus 4 equals 0. Then bring down next pair. So this is 0 2. 0 2. 2 താഴെ വരുന്ന പെയർ. Next is double this number. Twice, right? Twice of this number is 4. 2 into twice 2 4 ആണ്. ഡബിൾ എടുത്തെടുത്തുക, 4 എഴുതി. ഇനി നമ്മൾ ഇവിടെ ഒരു ഡിജിറ്റ് കണ്ടുപിടിക്കണം. ആ ഡിജിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്ന നമ്പർ വേണം. നമ്മൾ 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും യൂണിറ്റ് പ്ലേസിൽ, അല്ലെങ്കിൽ 4ഉം ഇവിടെ ഒരു നമ്പർ എടുത്താൽ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. യൂണിറ്റ് പ്ലേസിൽ 2 വരുന്നതില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0 ഇവിടെ ഇല്ലാത്തത് കൊണ്ട് 0 ഇവിടെ കൊടുക്കുക, അതുപോലെ ഇവിടെയും 0 കൊടുക്കുക. സോ 40 into 0 we get 0 0. So subtract we get 2 as the remainder.
So if we subtract 2 from 402, we get a perfect square and its square root is 20. So next is 402 minus 2, we get 400 and square root of 400 is equal to 20. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് നമ്മൾ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എടുക്കാൻ കിട്ടാതെ വരും, അതായത് റിമൈൻഡർ വരും. റിമൈൻഡർ വന്നു കഴിയുമ്പോൾ ആ റിമൈൻഡർ ഗിവൺ നമ്പറിൽ സബ്ട്രാക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ വരുന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട്. നെക്സ്റ്റ് റെസ്റ്റ് ബാലൻസ് ക്വസ്റ്റ്യൻ ഫോർ ഹോംവർക്ക്. Then next question 5. Find the least number which must be added to each of the following numbers so as to get a perfect square. ഇനി ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മുമ്പ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഹോംവർക്ക് എല്ലാം ചെയ്യേണ്ട. നിങ്ങൾ ഇന്നിത് കണ്ടതിന് ശേഷമുള്ള സമയമുണ്ട്, അതുപോലെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ അത്രയും സമയം നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ചെയ്ത് തീർത്താൽ മതി. So question is 525, first pairing. So from the right 25 is first pair and 5 is second pair. Then draw like this. Then 5, below 5 4 is perfect square. So 2 2s are 4. Subtract 5 minus 4 1. Then bring down next pair. So 125. Write double of this number, that is 4. 2 plus 2 4. Then we need to find its next digit. Okay. ഇപ്പോൾ ഇവിടെ വരുന്ന നമ്പർ സെയിം ആണ്. സോ ഹിയർ ഈസ് 5. നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് അനുസരിച്ച് 5 5s are 25. അതാണ് ഇവിടെ നമുക്ക് നോക്കാവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 45 into 5 ചെയ്യുക. സോ 4 ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു 5 കൊടുത്തിട്ട് ചെയ്തു. 5 5s are 25, 2 5 4s are 20 plus 2 225. സോ ഗ്രേറ്റർ ദാൻ 125. നമ്മുടെ നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആയിപ്പോയി. സോ നമ്മളിവിടെ 5 എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനി എന്ത് ചെയ്യാം, ഇനി 5ന് ഈ 5 താഴെ വരുന്ന നമ്പർ ചൂസ് ചെയ്ത് നമ്മൾ നോക്കുക. സോ നമ്മൾ 41 വേണ്ട, 42 ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ നമ്പർ ഇവിടെ കൊടുക്കുന്ന നമ്പർ ഏതാണോ അതുകൊണ്ട് നമ്മൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 2 2s are 4, 4 2s are 84. 84 less than 125. Next again take 43 and next number 3. 3 3s are 9, 4 3s are 12. So this is greater than 129. So we choose this number. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ ഏതാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? മിസ് 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ 5 വരാൻ 5 into 5 25. അപ്പോൾ അത് വെച്ച് ചെയ്തപ്പോൾ ഇതിൽ ഗ്രേറ്റർ ആയി. സോ വി ചൂസ് 2 and 3. 3 കൊണ്ട് ചെയ്താലും ഗ്രേറ്റർ ആണ്. So we choose 2. So write here 2 and here 2 also. Then the number subtract from 125. So 125 minus 84. 5 minus 4 1. This is 12. So 12 minus 8 is 12 minus 8 4. So we get to 41 as the remainder. So ഇനി നമുക്ക് പെയർ ഉണ്ടോ താഴേക്ക് കൊണ്ടുവരാൻ? ഇല്ല. So 41 is remainder. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കിട്ടിയ നമ്പർ 22 ആണ്. ഈ 22ന്റെ സ്ക്വയർ 525 നമ്മൾ ഗിവൺ നമ്പറിനേക്കാൾ ലെസ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ 41 റിമൈൻഡർ വന്നത്, അല്ലേ? അപ്പോൾ 22ന്റെ സ്ക്വയറിനേക്കാൾ ലെസ് ആണ് ഇത്. സ്ക്വയർ കണ്ടുപിടിച്ചാൽ അതിനേക്കാൾ ലെസ് ആണ് 525. അപ്പോൾ 22 കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ക്വയർ 23യുടെ സ്ക്വയർ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ 22 into 22 ചെയ്ത് നോക്കിയേ. 2 2s are 4, 2 2s are 4, 2 2s are 4, 2 2s are 4, 4 8 4 8 484. അതായത് ലെസ് ദാൻ 525 ആണ്. അതുകൊണ്ടാണ് ഇവിടെ റിമൈൻഡർ വന്നത്. അപ്പോൾ നമ്മൾ 23 എടുത്തൊന്ന് നോക്കാം. 23 നെക്സ്റ്റ് നമ്പർ ആണ്. 3 3s are 9, 3 2s are 6, 3 2s are 6 9 5 6 plus 6 12. Sorry. So we multiply, we get to 529. 23 into 23 we get to 529. അതായത് 525ന്റെ കൂടെ ഒരു 4ഉം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 529 കിട്ടിയേനെ. അപ്പോൾ ഇവിടെ ഏതാണ് ലീസ്റ്റ് നമ്പർ ആഡ് ചെയ്യേണ്ടത്?
4. If we add 4 to 525, we get a perfect square number 529 and its root is 23. Understood? അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വന്ന് റിമൈൻഡറിലെത്തി, എല്ലാ പേരും താഴെ കൊണ്ടുവന്ന് റിമൈൻഡർ വന്നു. അപ്പോൾ നമ്മൾ ഈ മുകളിൽ കിട്ടിയ നമ്പർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു. ആ നമ്പർ എപ്പോഴും ഈ നമ്പറിൻ്റെ ഇതിനേക്കാൾ ലെസ് ആയിട്ടുള്ളതായിരിക്കും ഇവിടെ കിട്ടുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ മുകളിൽ വരുന്ന നമ്പറിൻ്റെ നെക്സ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് അടുത്തുള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതാകാൻ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ആഡ് ചെയ്യണമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 4 ആഡ് ചെയ്താൽ മതി. 5 + 4 9 ആണ്. 529. സോ 4 ആഡ് ചെയ്താൽ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് 23 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ നിങ്ങൾ സാവകാശം ഡിവൈഡ് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് എല്ലാം ഞാൻ ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അത് നോക്കി സാവകാശം എഴുതി പഠിച്ചാൽ മതി 3 days കൊണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. എഗെയിൻ നോക്കി കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇത് ചെയ്ത് പഠിച്ചാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയതാണ്. ലോങ് ഡിവിഷൻ മെത്തേഡ് ഇതുപോലെ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സോ ഡു എഗെയിൻ ആൻഡ് എഗെയിൻ. പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്കെല്ലാം നന്നായിട്ട് മനസ്സിലാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.